ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഷോപ്പിങ്ങിന് പോകാണ്ട് ഈ പറഞ്ഞ ജൂൺ 19 നമ്മുടെ പാറൂസിന് ഒരു വയസ്സ് തികയായിട്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള ഉടുപ്പ് വാങ്ങിയാൽ അമ്മമ്മയുടെ. അപ്പോൾ നമ്മൾ ആദ്യം ബോൺ ബേബീസ് പറഞ്ഞ ഷോപ്പിലാണ്ട് കയറിയത് തൃശ്ശൂർ. പക്ഷേ അവിടെ അത്ര ബർത്ത്ഡേക്ക് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ കളക്ഷൻ അത്ര വലിയ ഉണ്ടായിരുന്നില്ല. സാധാരണ നോർമൽ 2 ഡ്രസ്സ് ഞാൻ കണ്ടായിരുന്നു, ഒരു മഞ്ഞ കളർ ഡ്രസ്സും ഒരു നീല കളർ ഡ്രസ്സും. അത് ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നി. പക്ഷേ കണ്ടില്ലേ, ഭയങ്കര ചെറിയ സൈസാണ് അവൾക്ക്. എത്രയും ഒരു ചെറിയതാണ്, ഇത്തിരി വലുതുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞു പിള്ളേർക്ക് ഇടണ പോലത്തെ മോഡൽ. അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് ക്രൈയിലോട്ട് വന്നിട്ട് അവിടെ ഇഷ്ടമാതിരി ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടന് ഒരു ഡ്രസ്സ് ഇഷ്ടമായി, അതാണ് നമ്മളപ്പോൾ ഇട്ട് നോക്കണം കേട്ടോ. പക്ഷേ ആ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് പാറക്കുട്ടിക്ക് അത്ര ഒരു കളർഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഇഷ്ടമായിട്ട് ആർക്കും ഇഷ്ടമായില്ല കേട്ടോ. വിഷ്ണുവേട്ടൻ അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനും കയറി വന്നപ്പോൾ തന്നെ ഒരു റെഡ് ഉടുപ്പ് മേലോട്ട് കണ്ണു വെച്ചായിരുന്നു. പക്ഷേ വിഷ്ണുവേട്ടൻ അത് ഇഷ്ടമായില്ല. പക്ഷേ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ റെഡ് ഉടുപ്പ് ഇടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ ചേച്ചിന്ന് എടുത്ത് തരിപ്പിച്ചായിരുന്നു കേട്ടോ. ആ ഡ്രസ്സ് ഇട്ടപ്പോൾ പാർക്കുട്ടിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ ഡ്രസ്സ് അവൾക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാണെങ്കിൽ അവിടെ ഉടുപ്പൊന്നും ഇടാൻ സമ്മതിക്കണമല്ലോ. അപ്പോൾ ആ ചേച്ചി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണേട്ടോ, കരഞ്ഞുകൊണ്ടിരിക്കണേന്ന് ഡ്രസ്സ് ഇടാനായിട്ട്. അവൾക്ക് എന്തോ പേടിയായ പോലെയായിരുന്നു കേട്ടോ. സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ പാർക്കുട്ടിക്ക് നല്ല കളർഫുള്ളും എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണാനും നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടനാണെങ്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ആ ഡ്രസ്സാണ് ഇട്ടത്. നമ്മളിപ്പോൾ പാർക്കുട്ടിക്ക് ഇട്ടുകൊണ്ടിരിക്കേണ്ട നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് ഞങ്ങൾ എടുക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെയൊക്കെ റെഡൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുമല്ലോ കടകളിലൊക്കെ. റെയർ ആയിട്ടുള്ള കളറൊന്നും അല്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞ് പാറക്കുട്ടി സുന്ദരിയായി ഉണ്ടാകും, നല്ല റെഡ് ഉടുപ്പ്. അങ്ങനെ സിബൊക്കെ ഇട്ട് നമ്മൾ പാറക്കുട്ടീനെ സുന്ദരിമണിയാക്കി ഇട്ടു. ഇനി അവൾക്ക് അതിനനുസരിച്ചുള്ള ഷൂവൊക്കെ വാങ്ങിക്കണം. ഞാൻ ഇവൾക്ക് പറ്റിയൊരു ഷൂ ഞാനന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ വെച്ച് ചെരുപ്പ് വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടായിരുന്നു. നല്ല മാച്ചായിരുന്നു. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് എടുക്കുന്ന ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് ഷൂ എടുക്കാമെന്നാണ് വിചാരിച്ചത്. നേരെ ദിവസം കഴിഞ്ഞ് അമ്മ എൻ്റെ വീട്ടിലോട്ട് വരുന്നതുകൊണ്ട് ഞാൻ അമ്മേനോട് അത് വാങ്ങിച്ചോട്ട് വരാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കപ്പയത്ത് കണ്ടില്ല, നല്ല രസമുള്ള ഡ്രസ്സുകളാണ് ബർത്ത്ഡേക്ക് ഇടാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ ഈ ഒരാഴ്ച ട്രിപ്പ് പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ എനിക്ക് കുറേ നാളായി ഞാൻ ബാഗി ജീൻസ് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹം പറയണം വിഷ്ണുവേട്ടൻ. എനിക്കത് സാധിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് വന്നത്. ഇഷ്ടമാതിരി മോഡേൺ വെസ്റ്റേൺ വെയേഴ്സൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. നമുക്ക് ഏതെടുക്കണം അത് എന്താ പറയുക, ഒരു ഇതായിരിക്കുമല്ലോ. എന്തൊക്കെ ഇട്ട് നോക്കണം, ഭയങ്കര തിരക്കുമായിരുന്നിട്ട് ഇട്ട് നോക്കാനായിട്ടുള്ള സ്ഥലത്ത്. അങ്ങനെയൊക്കെ നമ്മൾ ക്യൂ നിന്ന് ഞാനൊരു 3 ഡ്രസ്സും ടോപ്പും ഒരു ജീൻസും എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതേ 3 എനിക്ക് രണ്ടാമത്തെ എൻ്റെ ഇഷ്ടമായത്. രണ്ടാമത്തെ എനിക്ക് ഇട്ടപ്പോൾ തന്നെ ടോട്ടലി എൻ്റെ മുഖത്ത് തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആദ്യത്തെ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ ഇതിട്ടപ്പോൾ തന്നെ എൻ്റെ മുഖത്തിൻ്റെ വ്യത്യാസം നോക്കും, ഒരു മെനയില്ല എന്ന് വെച്ചാൽ മെനയില്ല. ഞാൻ അന്ന് രണ്ടാമത്തെ ടോപ്പും ആ ജീൻസും എടുത്തിട്ട് നേരെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ പാർക്കുട്ടിയാണെങ്കിൽ വച്ചെടുക്കുന്ന സൗണ്ട് ഞാൻ അവിടെ ഡ്രസ്സ് മാറിനോടത്ത് കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. വന്നപ്പോഴാണ് ആ കൊച്ചിനെ കളിപ്പിക്കുന്ന ഒച്ചയാണ് ആ കേട്ടോണ്ടിരുന്നത്. എന്നാൽ നമ്മൾ ബില്ലടിക്കാനൊക്കെ വന്നിട്ട് പാർക്കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ നമ്മുടെ ഒക്കത്തിരുന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ ഓരോന്നായിട്ട്. അങ്ങനെ നേരെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് തൃശ്ശൂർ റൗണ്ടിൻ്റെ നേരെ വന്നിട്ട് തൃശ്ശൂർ റൗണ്ടിൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് ഇപ്പോൾ വന്നത്. പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വേറൊരു ദിവസം വന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് തീരുമാനിച്ച് പോകുന്നു കേട്ടോ, ബർത്ത്ഡേയുടെ 2 ദിവസത്തിന് മുമ്പ്. അങ്ങനെ നമ്മൾ ഈ തട്ടപ്പോൾ പാർക്കുട്ടിയുടെ ഡ്രസ്സ് നമ്മൾ വീട്ടിൽ വന്നത് കാലം പിറ്റുള്ളിട്ട്